ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ തുകകൾ അഥവാ സംസ് എന്താണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. n എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. എണ്ണൽ സംഖ്യ നമുക്കറിയാം, 1, 2, 3, 4 എക്സെട്ര. ഇവിടെ n എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എന്നിന് പകരം ഒരു 100 ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഗോസ് എന്ന മാത്തമാറ്റീഷ്യനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പുള്ളിയുടെ 10ാമത്തെ വയസ്സിലാണ് ഇത് കണ്ടുപിടിച്ചത്. ടീച്ചർ ക്ലാസ്സിൽ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത ഒരു വർക്കായിരുന്നു. അതിൽ ഗോസ് ആദ്യം തന്നെ കണ്ടുപിടിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ അതിനെ നേരെ തിരിച്ചൊന്നും കൂടെ എഴുതി. 100 പ്ലസ് 99 പ്ലസ് 98 പ്ലസ് എക്സെട്ര പ്ലസ് ഞാനിവിടെ 99 പ്ലസ് 100 എന്ന് എഴുതാം. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 2 പ്ലസ് 1 അത് നേരെ തിരിച്ചെഴുതി. എന്നിട്ട് ഇതിൻ്റെ സമ്മാണല്ലോ വേണ്ടത്. താഴോട്ട് കൂട്ടി 1 പ്ലസ് 100 101 ആണ്. 2 പ്ലസ് 99 101 ആണ്. 3 പ്ലസ് 98 101 ആണ്. അങ്ങനെ പ്ലസ് 99 പ്ലസ് 2 101 ആണ്. 100 പ്ലസ് 1 101 ആണ്. നമുക്കറിയാം ഇവിടെ 100 ടൈംസ് 101 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മിന് എങ്ങനെ കണ്ടുപിടിക്കാം? 100 ടൈംസ് 101 ചെയ്താൽ പോരെ. അതായത് 100 പ്ലസ് 101 എത്രയാണ്? 101 എഴുതിയിട്ട് 2 0 ഇട്ടാൽ മതി അല്ലേ. 10,100 ആണ്. ഈ 10,100 എന്ന് പറയുന്നത് ഈ 2 പ്രാവശ്യം എഴുതി കൂട്ടിയതിൻ്റെ സം ആണല്ലോ. നമുക്ക് 1 പോരെ. 1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്നേരം എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ 10/2 5 ആണ്. 1/2 പറ്റുകയില്ല. 10/2 വീണ്ടും 5 വന്നു, 0. 5050 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് എന്ത് സം ഓഫ് ദി 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് അല്ലേ. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 100ൻ്റെ ആൻസറാണ് ഈ 5050. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 50 ആണ് വന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 മുതൽ 100 വരെ വന്നപ്പം ആ 100-നെക്കാളും ഒന്ന് കൂടുതലായ 101 കൊണ്ട് ഗുണിച്ചിട്ട് പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 50 ആണെങ്കിൽ 50യുടെ കൂടെ 1 കൂട്ടുക, 51, അതിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 25 ആണെങ്കിൽ എന്ത് ചെയ്യണം? 25-നെ അതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 26 ആയി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 20 ആണെങ്കിലോ 20-യെ അതിൻ്റെ കൂടെ 1 കൂട്ടുക, 21, അതിൻ്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n കണ്ടുപിടിക്കണമെങ്കിൽ n-നെ n പ്ലസ് 1 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി കാണുക. ഇതാണ് ഫോർമുല. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6 എക്സെട്ര അല്ലേ. അതിൻ്റെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോമാണ് 2n. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എല്ലായിടത്തും 2 കോമൺ ആയതുകൊണ്ട് നമുക്ക് 2-നെ പുറത്തെടുക്കാം. ഇപ്പോൾ 2 × 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് എഴുതാമല്ലോ. ഇപ്പം നമ്മൾ പഠിച്ചു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്താണ്? n × n പ്ലസ് 1/2. ഈ 2-ഉം 2-ഉം ക്യാൻസലായി പോയി കഴിയുമ്പോൾ എന്ത് വന്നു? n × n പ്ലസ് 1. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. നമ്മളിനി പഠിക്കാൻ പോകുന്ന സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഒറ്റ സംഖ്യകളുടെ തുക അതാണ് വേണ്ടത്. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2n-1 ആണ്. ഇനി ഈ ഓൾജിബ്രൈക് ഫോം വെച്ചിട്ട് ഒന്നാമത്തെ ടേം ആയ 1 എങ്ങനെയാണ് കിട്ടിയത്? 2 × 1
മൈനസ് 1. 2 ഇൻറ്റു 1 2 മൈനസ് 1 1. രണ്ടാമത്തെ ടേമായി 3 എങ്ങനെ കിട്ടിയത്? 2 ഇൻറ്റു 2 മൈനസ് 1. മൂന്നാമത്തെ ടേം ആയത് 2 ഇൻറ്റു 3 മൈനസ് 1. അങ്ങനെ 2 ഇൻറ്റു n മൈനസ് 1. ഇതെല്ലാം കൂടെ കൂട്ടാനല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 കോമൺ ആണ്. ബ്രാക്കറ്റിനകത്ത് നമുക്ക് 1 + 2 താഴോട്ട് കൂട്ടുന്നത് 1 + 2 + 3 + എക്സെട്ര + n. ഇനി ഈ മൈനസ് അതേപോലെ ഇട്ടു. എത്ര പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട്? 1 വന്നിട്ടുണ്ട്, n ടൈംസ് വന്നിട്ടുണ്ട്. ഇനി 2 ഇൻറ്റു ഇതെന്താ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ? 2 ഇൻറ്റു n ഇൻറ്റു n + 1/2 മൈനസ് n. ഈ 2ഉം 2ഉം ക്യാൻസലായി. ബാക്കി n ഇൻറ്റു n n² പ്ലസ് n ഇൻറ്റു 1 n മൈനസ് n. ഈ പ്ലസ് എന്നും മൈനസ് എന്നും ക്യാൻസലായിട്ട് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടി? n² എന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്ന എവിടെ നിന്നാണ്? 1-ൽ നിന്ന് തുടങ്ങണം. 1-ൽ നിന്ന് തുടങ്ങുമ്പം ആൻസർ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ പറയാമല്ലോ, ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ എവിടെ നിന്ന് തുടങ്ങണം? സ്റ്റാർട്ടിങ് വിത്ത് 1 ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ഇനി ഏത് ഓൾജിബ്രൈക് സീക്വൻസ് ആണെങ്കിലും ജനറൽ ഫോം എന്താണ്? അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം എന്താണ്? xn = dn + f - d. ഇത് നമുക്കറിയാവുന്നതാണ്. ഇതിനെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, an + b എന്നും എഴുതാം അല്ല. ഈ b ആണ് f - d, a ആണ് d. കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ കുറേ ടേംസ് ഏതെങ്കിലും ഓൾജിബ്രൈക് സീക്വൻസ് ആണല്ലോ, അതിലെ ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, അങ്ങനെ n ടേംസ് ആഡ് ചെയ്യണം. xn ഇതിന് സം ആയതുകൊണ്ട് നമുക്ക് sn എന്ന് എഴുതാം. sn n ടേംസിൻ്റെ സം ആയതുകൊണ്ട് sn. 10 ടേംസിൻ്റെ സം ആണെങ്കിൽ s10, 25 ടേംസിൻ്റെ സം ആണെങ്കിൽ s25. അങ്ങനെ ജനറലായിട്ട് നമുക്ക് എഴുതാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ x1 എന്താണ്? xn ആണ് an + b. അപ്പോൾ a ഇൻറ്റു 1 അല്ലേ? 1 ഇൻറ്റു a + b. അങ്ങനെയാണെങ്കിൽ x2നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു a + b. x3 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു a + b. ഇങ്ങനെ xn എന്ന് പറയുമ്പോൾ n ഇൻറ്റു a + b. ഇതെല്ലാം കൂടെ അല്ലേ കൂട്ടേണ്ടത് നമുക്ക്? ഇപ്പോൾ sn കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഈ ഫസ്റ്റ് ടേമിൽ a കോമൺ ആണ്. a ഇൻറ്റു 1 + 2 + 3 + എക്സെട്ര + n പ്ലസ് എത്ര പ്രാവശ്യം b വരുന്നുണ്ട്? n പ്രാവശ്യം b വരുന്നുണ്ട്. അപ്പോൾ ഇതിന് sn = ഇവിടെ എഴുതാം. a ഇൻറ്റു 1 + 2 + 3 + എക്സെട്ര + n എന്താ? n ഇൻറ്റു n + 1/2 പ്ലസ് nb. ഇവിടെ a എന്താണ്? കോമൺ ഡിഫറൻസും b എന്താണ്? f - d ആണ്. ഇനി ഇതിനെ ഹാഫ് പുറത്തെടുക്കുകയാണെങ്കിൽ ഹാഫ് o ഇൻറ്റു an ഇൻറ്റു n + 1 പ്ലസ് 2nb എന്ന് എഴുതാമല്ലോ. ഇനി എന്നും കൂടെ കോമൺ എടുക്കാം നമുക്ക്. അപ്പോൾ ഹാഫ് n ഇൻറ്റു a ഇൻറ്റു n + 1 പ്ലസ് 2b എന്ന് എഴുതാമല്ലോ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഹാഫ് n ഇൻറ്റു an പ്ലസ് a ഇൻറ്റു n an പ്ലസ് a പ്ലസ് 2b എന്ന് എഴുതാം. ഇനി ഒരു b ഇപ്പുറത്തോട്ടും കൂടെ കൊടുക്കാം. അപ്പോൾ ഹാഫ് n ഇൻറ്റു ഞാൻ പറഞ്ഞുതരാം, an പ്ലസ് b പ്ലസ് a പ്ലസ് b. അതായത് ഈ 2bയെ 2 ആയിട്ട് സെപ്പറേറ്റ് ആക്കി എഴുതി. ഇനി an പ്ലസ് b എന്താണ്? a പ്ലസ് b എന്താണ്?
ഹാഫ് എൻ ഇൻറ്റു എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം അല്ലേ, അല്ലെങ്കിൽ അത് എക്സ് എൻ അല്ലേ, പ്ലസ് എ പ്ലസ് ബി എന്താണ്, ഫസ്റ്റ് ടേമാണ് എ പ്ലസ് ബി. അപ്പോൾ ഇതിന് നമുക്കൊരു ഫോർമുലയും കൂടെ നമുക്ക് കിട്ടി. എസ് എൻ എന്ന് പറയുന്നത് ഹാഫ് എൻ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇങ്ങനെ ഒന്നും കൂടെ എഴുതാം. എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഈ ഒരു ഫോർമുലയും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം, നമ്പർ ഓഫ് ടേംസും അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് ടേമും അറിഞ്ഞിരിക്കണം, ലാസ്റ്റ് ടേമും അറിഞ്ഞിരിക്കണം. ഈ ഒരൊറ്റ ഫോർമുല കൊണ്ട് നമുക്ക് ഏത് സീക്വൻസിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല, ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്പർ ഓഫ് ടേംസ് കാണാം. ഇനി നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ, ലാസ്റ്റ് ടേം ഇല്ല എങ്കിൽ അതിൽ നിന്നും ആ നമ്പർ ഓഫ് ടേംസിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 ടേംസ് ഓഫ് 1, 4, 7 എക്സെട്ര. ഇവിടെ n തന്നിട്ടുണ്ട്, n ഈക്വൽ ടു 100 ആണ്, 100 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x1 നമുക്കറിയാം 1 ആണ്, xn അറിയത്തില്ല. അപ്പോൾ xn കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എഴുതണം. ഓൾജിബ്രൈക് ഫോം എന്താണ്, xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്, d ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 3n പ്ലസ് ഫസ്റ്റ് ടേം എഫ് 1 മൈനസ് ഡി 3. അപ്പോൾ 3n മൈനസ് 2 ആണ് എന്ത്, എക്സ് എൻ അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം. ഇനി അതിനകത്ത് എക്സ് 100 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 100th ടേം കിട്ടുകയല്ലേ, അതായത് എന്നിന് 100 ഇടുക. 3 × 100 മൈനസ് 2, 300 മൈനസ് 2 എത്രയാണ്, 298. ഇപ്പം എന്തൊക്കെ കിട്ടി, എക്സ് എന്നും കിട്ടി, x1 ഉണ്ട്, എന്നും ഉണ്ട്. അപ്പം നമ്മുടെ ഫോർമുല എന്താണ്, നമുക്ക് എന്താണ് കാണേണ്ടത്, സം. യെസ്, 100 ടേംസിൻ്റെ സമ്മാണ് വേണ്ടത്. അതിൻ്റെ ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. n ഇവിടെ എത്രയാണ്, 100 ആണ്, ബൈ 2 ഇൻറ്റു x1 1 ആണ്, x100 298 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 298 പ്ലസ് 1 എത്രയാണ്, 299. അപ്പോൾ 100 ഇൻറ്റു 299/2. 299 ഇൻറ്റു 100 how many times, 2 into 1, 4 in 9 into 4 times remainder 1, 19, 9 times remainder 1, 50, 14,950. ഇനി പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര അപ് ടു 70. ഇതിനകത്ത് n തന്നിട്ടില്ല, n നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്, x1 ഈക്വൽ ടു 51, ലാസ്റ്റ് ടേം xn ഈക്വൽ ടു 70. ഇനി നമുക്കറിയാവുന്ന എന്താണ്, xn എങ്ങനെയാണ് കാണുന്നത്, ജനറൽ ഫോം അഥവാ ഓൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം എങ്ങനെയാണ് കാണുന്നത്, xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എത്രയാണ്, പൊതുവ്യത്യാസം 52 മൈനസ് 51 1 ആണ്, 1n എന്ന് പറയുന്ന n തന്നെയാണ്, പ്ലസ് എഫ് ഫസ്റ്റ് ടേം 51 മൈനസ് ഡി 1. അപ്പോൾ 51 മൈനസ് 1 എത്ര, 50, n പ്ലസ് 50 എന്ന് എഴുതാം. ഇതാണ് xn. xnൻ്റെ വില നമുക്കറിയാം, 70 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെ എഴുതാം, n പ്ലസ് 50 ഈക്വൽ ടു 70 എന്ന് എഴുതാം. അല്ലെങ്കിൽ n ഈക്വൽ ടു 70 മൈനസ് 50 ഈക്വൽ ടു 20. അപ്പോൾ എത്ര ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n നമുക്ക് 20 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എഴുതാം. ആദ്യം Sn ആണ്, Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. എസ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്, S20 ആണ് കാണേണ്ടത്. അപ്പോൾ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം 51 പ്ലസ് ലാസ്റ്റ് ടേം 70. 20/2 എന്ന് പറയുന്നത് 10 ആണ്, 10 ഇൻറ്റു
51 പ്ലസ് 70 എന്ന് പറയുന്നത് 121. ആൻസർ 1210. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? 1.5 ആണ്. ലാസ്റ്റ് ടേം 12.5 ആണ്. പക്ഷെ നമുക്ക് n തന്നിട്ടില്ല, അപ്പോൾ n കണ്ടുപിടിക്കണം. xn = dn പ്ലസ് എഫ് മൈനസ് ഡി ആണെന്ന് നമുക്കറിയാം. ഡി ഇവിടെ എത്രയാണ്? 2.5 നിന്ന് 1.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആണ്. 1 × n, n പ്ലസ് എഫ് ഫസ്റ്റ് ടേം 1.5 മൈനസ് ഡി 1. അപ്പോൾ n പ്ലസ് 1.5 നിന്ന് 1 പോകുമ്പോൾ ഹാഫ്, n പ്ലസ് ഹാഫ് അല്ലേ. അപ്പോൾ ഇവിടെ xn എത്രയാണ് തന്നിരിക്കുന്നത്? 12.5 ആണ്. അപ്പോൾ n പ്ലസ് ഹാഫ് ഈക്വൽ ടു 12.5 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് n കണ്ടുപിടിക്കണം. n കാണാൻ വേണ്ടി 12.5 പ്ലസ് ഹാഫ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഹാഫ് ആ 12.5 നിന്ന് ഹാഫ് പോകുമ്പോൾ 12 വന്നു. n ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 12 ആയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് എൻ കണ്ടുപിടിക്കണം. സമ്മാണ് എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ n 12 ആണ്. 12/2 ഇൻറ്റു x1 1.5, xn 12.5. 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇൻറ്റു 1.5 പ്ലസ് 12.5, 1 പ്ലസ് 12 13 ആണ്. 13ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 14. 14 ഇൻറ്റു 6 84 എന്ന് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്. ഹാഫ് പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് എക്സെട്ര 12.5 വരെ കണ്ടുപിടിക്കണം. ഇവിടെ x1 ഹാഫാണ്, xn 12.5 ആണ്. ഇനി നമുക്ക് xn എഴുതി നോക്കാം. അതിൽ നിന്നാണ് n കണ്ടുപിടിക്കുന്നത്. xn ഈക്വൽ ടു d. 1ൽ നിന്ന് ഹാഫ് പോകുമ്പോൾ ഹാഫ് n പ്ലസ് എഫ് ഫസ്റ്റ് ടേം ഹാഫ് മൈനസ് ഡി എന്ന് പറയുന്നത് ഹാഫ്. ഹാഫ് മൈനസ് ഹാഫ് ക്യാൻസൽ ആയിപ്പോവും. ബാക്കി n/2 എന്ന് എഴുതാം. ഇനി നമുക്ക് ലാസ്റ്റ് ടേം എന്താണ്? 12.5 ആണ് അല്ലേ. അപ്പോൾ n/2 ഈക്വൽ ടു 12.5 എന്ന് എഴുതാമല്ലോ. ഈ 12.5 എന്ന് പറയുന്നത് 2 × 12 24, 24 പ്ലസ് 1 25/2 ആണ്. അപ്പോൾ n എത്ര വന്നു? n ഈക്വൽ ടു 25 എന്ന് വന്നല്ലോ. ഡിനോമിനേറ്ററിലെ 2 ക്യാൻസൽ ആയി പോയിട്ട് n 25 എന്ന് കിട്ടി. അപ്പോൾ 25 ടേംസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എസ് എൻ കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഇവിടെ s 25 ആണ് വേണ്ടത്. അപ്പോൾ 25/2 ഇൻറ്റു x1 ഹാഫ് പ്ലസ് xn 12.5. ഹാഫ് പ്ലസ് 12.5 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 25/2 ഇൻറ്റു 13 ഈക്വൽ ടു 25 ഇൻറ്റു 13 എത്രയാണെന്ന് നോക്കാം. 5 3s are 15, 3 2s are 6 plus 1 7, 325 നിന്ന് 325/2. 3-നകത്ത് 1 ടൈം 2, റിമൈൻഡർ 1. 12-നകത്ത് 2, 6 ടൈംസ്. 5-നകത്ത് 2 ടൈംസ്. ബാക്കി റിമൈൻഡർ 1. അപ്പോൾ 1/2 എന്ന് എഴുതാം. 162 1/2 ആണ് ഇതിൻ്റെ സം. ഇനി നാലാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്. 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് 201/101. ഇവിടെ ഡിനോമിനേറ്റർ 101 കോമൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാം. ബാക്കി 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 201. ഇതെന്താണ്? 1/101 ഇൻറ്റു ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളാണ്, 1-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ സം എന്താണ് കിട്ടേണ്ടത്? സം n² ആയിരിക്കണം. ഇനി ആ ഫോർമുല അറിയത്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. എന്താണെങ്കിലും എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ n കാണണമെങ്കിൽ നമുക്ക് n തന്നിട്ടില്ല. അപ്പോൾ xn ഈക്വൽ ടു d. d എത്രയാണ്? 2/101n പ്ലസ് എഫ് 1/101 മൈനസ് 2/101.
1. അപ്പോൾ ഇവിടെയും ഒക്കെ 1/101 കോമൺ ആയിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. 2n + 1 - 2. അപ്പോൾ 1/101 ഇൻറ്റു 2n - 1. അപ്പോൾ 1/101 ഇൻറ്റു 2n - 1 ആണ് ലാസ്റ്റ് ടേമായ 1/101 ഇൻറ്റു 201. അപ്പോൾ 1/101 ക്യാൻസലായി പോയിട്ട് 2n - 1 201 ആണ്. അങ്ങനെയാണെങ്കിൽ 2n എന്ത് വരും? 201. ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആയി 202 എന്ന് വന്നു. അപ്പോൾ n എത്രയാണ്? അതിൻ്റെ പകുതി 101. അപ്പോൾ n 101 ആണെങ്കിൽ 1/101 ഇൻറ്റു 101 സ്ക്വയർ. 101 സ്ക്വയർ എന്ന് പറയുന്നത് 2 പ്രാവശ്യം 101 ഗുണിക്കുന്നതല്ലേ. ഒന്ന് ക്യാൻസലായി പോയിട്ട് ആൻസർ 101. ഞാൻ പഴയ രീതിയിൽ ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും.